നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കേരളത്തെ എക്കാലത്തെയും വലിയ കോൺഗ്രസ് നേതാവ് കെ കരുണാകരൻ, അദ്ദേഹത്തിൻ്റെ മകൾ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോകുന്നു എന്ന വാർത്ത ഇന്നലെ ന്യൂസ് 18 ആദ്യം പുറത്തുവിട്ടത്. ഈ സമയത്തൊക്കെയും കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം അണികളിൽ നിന്ന് വലിയ തോതിലുള്ള എതിർപ്പാണ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള സൈബർ പരിഹാസങ്ങളാണ് ന്യൂസ് 18 അടക്കം നേരിടേണ്ടി വന്നത്. പത്മജ തന്നെ വാർത്ത നിഷേധിക്കുകയും ചെയ്തു. എന്നാൽ രാത്രിയോടുകൂടി ആ പോസ്റ്റ് പിൻവലിക്കുകയും പത്മജയുടെ ഭാഗത്തു നിന്ന് തന്നെ BJPയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത സ്ഥിരീകരണം വരികയും ചെയ്തു. കെ കരുണാകരൻ്റെ മകൾ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകില്ല എന്നത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ വിശ്വാസമോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല എന്നത് അവർ അമിതമായി വിശ്വസിച്ചിരുന്നു. അവരുടെ വിശ്വാസങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് BJP ചേരിയിലേക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഈ അവസാന മണിക്കൂറുകളിൽ ചേർന്നത്. ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസിനേക്കാളേറെ ഇതിൽ തിരിച്ചടി നേരിടാൻ പോകുന്നത് കെ മുരളീധരൻ എന്ന കരുണാകരൻ്റെ മകനു കൂടിയാവും. ഈ മുരളീധരനെ കൂടിയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ പത്മജ വേണുഗോപാൽ വെട്ടിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കെ മുരളീധരൻ അതിശക്തമായ വിമർശനവുമായി, പത്മജയ്ക്കെതിരെ ശക്തമായ വിമർശനവുമായി ഇന്ന് രാവിലെ തന്നെ രംഗത്ത് വന്നത്. കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കളുടെയൊക്കെയും പ്രതികരണം ശ്രദ്ധിച്ചാൽ ഒന്ന് മനസ്സിലാവും. പത്മജ പോയത് ഏതെങ്കിലും തരത്തിൽ ദൗർഭാഗ്യകരം എന്ന തരത്തിലല്ല. പത്മജ പോയതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കളെല്ലാം തന്നെ രംഗത്ത് വന്നത്. അവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് പലതവണ കരുണാകരൻ്റെ മകൾ എന്ന നിലയ്ക്ക് അർഹിക്കുന്നതിലും അപ്പുറമുള്ള പരിഗണന കോൺഗ്രസ് പാർട്ടി പത്മജയ്ക്ക് നൽകിയിട്ടുണ്ട്. എന്നിട്ടും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയെ വഞ്ചിച്ചു എന്നാണ്. എന്നാൽ പത്മജ പറയുന്നത് മറ്റൊന്നാണ്. പത്മജയെ കഴിഞ്ഞ കുറേ കാലമായി പാർട്ടി അവഗണിക്കുകയായിരുന്നു. കെ കരുണാകരനെ കൂടിയാണ് ഇത്തരത്തിൽ അവഗണിച്ചതെന്നും പത്മജ പറയുന്നു. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. BJPയിലേക്കുള്ള പത്മജയുടെ ചാട്ടത്തിന് പിന്നിൽ എന്ത്? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. പാലക്കാട് നിന്നും റഷീദാണ് ആദ്യ പ്രേക്ഷകനായിരുന്നത്. ശ്രീ റഷീദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കെ കരുണാകരൻ്റെ മകൾ മറ്റൊരു കോൺഗ്രസ് നേതാവ് എന്നതിനപ്പുറത്തേക്ക് പത്മജ വേണുഗോപാലിൻ്റെ പ്രാധാന്യം അതുതന്നെയാണ്. കെ കരുണാകരൻ്റെ മകൾ എന്ന് തന്നെയാണ്. അങ്ങനെ ഒരു നേതാവ് ഈ സമയത്ത്, അതും തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ നിൽക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചൊരു ജീവൻ മരണ പോരാട്ടം നടക്കുന്ന ഘട്ടത്തിലാണ് മറു ചേരിയിലേക്ക് കൂറുമാറുന്നത്. എന്താവും കാരണം? ഇതൊരു അത്ഭുതമായിട്ട് ഒരാൾ പോലും കാണുന്നില്ല. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമായി തോന്നേണ്ടുന്ന കാര്യമല്ല. വേണ്ടി വന്നാൽ ഞാൻ BJPയിലേക്ക് പോകും എന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ KPCCയുടെ പ്രസിഡന്റ് കെ സുധാകരനാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ആളുകളിൽ 8 സീറ്റ് ഇപ്പോഴും ഒഴിച്ചിട്ടുണ്ട് കേരളത്തിൽ. അതിൽ ആരെ മത്സരിപ്പിക്കണം, സ്ഥാനാർത്ഥികളുടെ പേരുണ്ട്, ചിഹ്നം ഇപ്പോൾ വരയ്ക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ നമുക്കറിയാം, പത്മജ വേണുഗോപാലിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഇവിടുത്തെ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോകുന്നവരുടെ എണ്ണം എന്ന് നമുക്ക് അനുമാനിക്കേണ്ടത്. കേരളത്തിൽ നിന്ന് അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളാരും BJPയിലേക്ക് പോയിട്ടില്ല. മറ്റു പല സംസ്ഥാനങ്ങളിലും BJPയിലേക്ക് പോകുമ്പോഴും കേരളത്തിൽ അങ്ങനെ ഐ വിൽ ഗോ BJP, ഞാൻ വേണ്ടി വന്നാൽ BJPയിലേക്ക് പോകുമെന്ന് പറഞ്ഞത് കേരളത്തിന്റെ KPCC. സാഹചര്യമൊക്കെ നമ്മളെല്ലാം കേട്ടാണ്. അദ്ദേഹം ആ ചോദ്യത്തിന് ഏത് അർത്ഥത്തിലാണ് പറഞ്ഞത് എന്നൊക്കെ നമുക്ക് അങ്ങനെ ഒരാൾ പറഞ്ഞത് നാക്കുപിഴയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പറയാം. പക്ഷെ അത് ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞതെന്നൊക്കെ അറിയാം. പക്ഷെ പറഞ്ഞതിനെ വിമർശിക്കുകയാവും. പക്ഷെ പ്രധാന നേതാക്കളാരും പോയിട്ടില്ലല്ലോ. അല്ല, നാക്കുപിഴയൊന്നും അലങ്കാരമായി കാത്തു സൂക്ഷിക്കുന്നതാണ് കെ സുധാകരൻ. അത് പോട്ടെ, പത്മജ വേണുഗോപാലാണല്ലോ ചർച്ച ചെയ്യുന്നത്. അതെ, അത് തന്നെയാണ്. പത്മജ വേണുഗോപാൽ പോകുന്നതിൽ ഒരു അത്ഭുതവും തോന്നില്ല. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ ഈ ചാനലായിരുന്നു. അതാണ്, ഞങ്ങളാണ് ഇന്നലെ ആ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. ആ സമയത്ത് ഞങ്ങൾക്കെതിരെ വലിയ സൈബർ ആക്രമണമൊക്കെ ആയിരുന്നു. അത് പലപ്പോഴും പാർട്ടിക്കാരുടെ സൈബർ ആക്രമണത്തിന്റെ രീതി അങ്ങനെയാണ്. ഏത് പാർട്ടിയായാലും അക്കാര്യത്തിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. അവർ എതിരെ വാർത്ത വരുമ്പോൾ ഒരിക്കലും അത്ഭുതപ്പെട്ടില്ല. കാരണം പത്മജ വേണുഗോപാൽ. ശരി, എന്തായാലും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷക കൂടിയുണ്ട്. കോട്ടയത്ത് നിന്നും വത്സമ്മയാണ്. ശ്രീ വത്സമ്മ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? എന്താവും പത്മജ വേണുഗോപാൽ ഇങ്ങനെ ഈ സമയത്ത് BJPയിലേക്ക് പോകുന്നതിന് കാരണം? വലിയ ഓഫർ വല്ലതും കിട്ടിക്കാണുമോ, അതോ കോൺഗ്രസ് അവഗണിച്ചുകൊണ്ടാവുമോ? 2 മിനിറ്റ് തരണം. 2 മിനിറ്റ്? ഓ, തരാം, പറഞ്ഞോളൂ. അതെ, എനിക്ക് പറയാനുള്ളത്, പത്മജ വേണുഗോപാല് കോൺഗ്രസ് വിട്ട് BJPയിൽ പോകുന്നതാണല്ലോ നമ്മുടെ വിഷയം. പത്മജ UDFിലെ വലിയ സംഭവമൊന്നുമല്ല. പിന്നെ കെ കരുണാകരന്റെ മകൾ എന്നുള്ള സ്ഥാനം മാത്രമേ ഉള്ളൂ. അസംബ്ലി ഇലക്ഷന് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ട് ജയിച്ചിട്ടുമില്ല. UDFിലെ സംഭവമാണെങ്കിൽ ജയിച്ചേനെ. പിന്നെ പത്മജ BJPയിലോ ശിവസേനയിലോ പോകട്ടെ, ഒന്നും സംഭവിക്കാനില്ല. ഇന്ത്യൻ ചരിത്രം അറിയാവുന്നവരാരും ആ പാർട്ടി വിട്ടു പോകത്തില്ല.
മനസ്സിലായില്ലേ? ശരി, ഓക്കെ. എന്തായാലും പിന്നെ പോകുന്നത് ശ്രീമതി വത്സമ അധികാരം പറഞ്ഞു എന്ന് പോകും. തോന്നുന്നു. പിന്നെ കൊള്ളയടിക്കും, അതിനാ പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പം പി സി ജോർജും മകനും പോയല്ലോ, കരിയാപ്പന പോലെ വലിച്ചെറിഞ്ഞില്ലേ? ഇല്ലേ? കൊടുത്തില്ലല്ലോ പത്തനംതിട്ട ജില്ല. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് ആര് പോയാലും എന്തായാലും സമയം കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്ന ആവശ്യത്തിന് നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്നും. ശ്രീ മോഹൻദാസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്താവും ബി ജെ പിയിലേക്ക് വലിയ ഓഫർ വല്ലതും കിട്ടിയിട്ടാവുമോ ഈ പത്മജ വേണുഗോപാൽ ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോയത്? അത് മലർപ്പൊടി ബ്രാഹ്മണന്റെ സ്വപ്നം പോലെ ആയിട്ട് അവസാനിക്കുള്ളൂ. കാരണം ഇതിനൊക്കെ മീത് സ്വപ്നം കണ്ട് നിൽക്കുന്നത് ഇപ്പൊ അനില ആന്റണി. ഇപ്പൊ കാണാൻ വീരം അവിടെ ഇപ്പൊ 8 നിലയിൽ പൊട്ടും. നമ്മുടെ ജോർജ് ഏട്ടന്റെ പൂരം ഇപ്പൊ കാണാം അവിടെ. ജോർജ് ഏട്ടൻ പിന്നില് കളിച്ച് ആ പൂരം നന്നായിട്ടൊന്ന് നടത്തും അവിടെ. അപ്പൊ അതുപോലെ തന്നെ ഈ 2 സാധനങ്ങളും കെയർ ഓഫ് അഡ്രസ് ഇല്ലാണ്ട് സെൽഫ് എക്സിസ്റ്റൻസ് എന്താ ഉള്ളത് ഇവർക്ക്? ഒരാള് ആന്റണിയുടെ മകൻ, ഇത് കരുണാകരന്റെ. ഇവര് ഈ 2 മക്കളും കരുണാകരനൊക്കെ കൂടിയിട്ട് കോൺഗ്രസ് DIC രൂപീകരിച്ചിട്ട് CPM പോയില്ലേ? എന്നിട്ട് കോൺഗ്രസ് തകർന്നൊന്നുമില്ല. അതൊക്കെ വെറുതെയാണ്, അതൊക്കെ വെറുതെയാ. ഇതിപ്പോ ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് കൂടി ആലത്തൂരിൽ നിന്നും രവീന്ദ്രനാണ്. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ബി ജെ പിയിൽ നിന്ന് വലിയ ഓഫർ കിട്ടിയിട്ടാവുമോ, അതോ കോൺഗ്രസിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അവഗണന നേരിട്ടിട്ടാവുമോ ഈ പത്മജ വേണുഗോപാൽ തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിൽ ഇങ്ങനെ ഒരു കാലുമാറ്റം നടത്തിയത്? ഇതിപ്പോ ബി ജെ പിയിലേക്ക് പത്മജ വേണുഗോപാൽ വന്നതിന്റെ പേരിൽ ബി ജെ പിക്കും പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല, പത്മജയ്ക്കും നേട്ടമില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷെ ഇത് കാലത്തിന്റെ അനിവാര്യതയാണ്, കേരളത്തിന്റെയും ഭാരതത്തിന്റെയും അനിവാര്യതയാണ്. ഈ 2 കൂട്ടർക്കും നേട്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെയൊക്കെ ബി ജെ പി സ്വീകരിക്കുന്നത്? ഞാൻ പറയുന്നത് ഇപ്പൊ പ്രാഥമികമായിട്ട് പ്രത്യേകിച്ച് നേട്ടമില്ല. ഞാൻ പറയണത് എന്താന്ന് വെച്ചാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യമാണ്. പ്രാഥമികമായിട്ട് വലിയ നേട്ടമൊന്നും ഈ 2 കൂട്ടർക്കും ഇല്ലാന്ന് കൂട്ടിക്കോ. ഇപ്പൊ പത്മജ അവിടെ ചാലക്കുടി ഒരു നേട്ടവുമില്ലാതെ ഒരാൾ ചാടുകയും മറ്റൊരാൾ അവരെ സ്വീകരിക്കുകയും, അല്ലെങ്കിൽ ഒരാളെ ചാക്കിട്ട് പിടിക്കുകയോ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്യുമോ? ഞാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കൂ. അതായത് ഇപ്പൊ ഇങ്ങനെ പോയാലും ആദ്യം കോൺഗ്രസിനെ ഇവിടെ ഇല്ലാതാക്കും. ബി ജെ പിയുടെ തന്ത്രം അതാണ്. ഇല്ലാതാക്കിയ ശേഷം ഇപ്പൊ ഇ.പി. ജയരാജനൊക്കെ വളരെ ചിരിച്ച് സന്തോഷിക്കുന്നുണ്ടല്ലോ. ഇത് കഴിഞ്ഞ് കോൺഗ്രസിനെ ഇവിടെ ഇല്ലാതാക്കിയതിനു ശേഷം CPM-ന്റെ നിർഗന്ധലയ്ക്കായിരിക്കും അടി. അതിലേക്കുള്ള പോക്കാ പോണേ. അല്ല, CPM ഇപ്പൊ ഇതിൽ സന്തോഷിക്കണ്ട. കോൺഗ്രസ് ഇവിടെ ചിഹ്ന ഭിന്നമാക്കുക തന്നെ ചെയ്യും. അതിന് കുറച്ച് താമസം എടുത്താലും. അതിനുശേഷം ആദ്യത്തെ അടി കൊടുക്കുന്നത് പിണറായി വിജയന്റെ നിർഗന്ധലയ്ക്കായിരിക്കും ബി ജെ പി. കുറെ കാലമായി ഇത്ര നെടുങ്കന്തല അടിയൊക്കെ കേൾക്കുന്നല്ലാതെ ഉള്ള അക്കൗണ്ട് പൂട്ടിപ്പോയതേ ഉള്ളൂ. അതെ, ബി ജെ പിക്ക് ഇത് സാധിക്കുമെങ്കിൽ ബംഗാളിനെയും ഈ ത്രിപുരനെയും ഇല്ല സാധിക്കും, കേരളത്തിലും ഇത് സാധിക്കും. ഇത് അനിവാര്യതയാണ്. ഇന്നേ നമ്മുടെ കേരളം നശിപ്പിച്ച് കേരളത്തിൽ പക്ഷെ ഉള്ള അക്കൗണ്ട് കൂടി പൂട്ടിപ്പോയത് എങ്ങനെയാക്കി കേരളം? സാർ ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ ഇപ്പൊ ജീവിക്കാൻ മാർഗമുണ്ടോ? അതുപോലാക്കി കളഞ്ഞു. അതുകൊണ്ട് അവരെയാണ് ആദ്യം അടിക്കേണ്ടത്. അതിലേക്കുള്ള ഒരു വഴി ശരി, ഓക്കെ. താങ്കളുടെ വിശ്വാസം അങ്ങനെ ഇരിക്കട്ടെ. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സന്തോഷാണ്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? കെ കരുണാകരനെ പോലെ കോൺഗ്രസിന്റെ സമുന്നതനായ ഒരു നേതാവ്, അദ്ദേഹത്തിന്റെ മകൾ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ കോൺഗ്രസിനെ അപ്പാടെ വെട്ടിലാക്കിക്കൊണ്ട് മറുകണ്ഠം ചാടിയിരിക്കുന്നു. സാറേ, ഇവര് ഓരോരുത്തരും പോകുമ്പോൾ ഇവര് വെറും നിസ്സാരമാക്കി കളയുവാണ്. ഈ കോൺഗ്രസ് ഇനി എന്ന് നന്നാകും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇവർ ഓരോരുത്തരും പോകുമ്പോൾ ഇവരെന്താ പറയുന്നത്? അവര് പോയാൽ നഷ്ടമില്ല, ഇവര് പോയാൽ നഷ്ടമില്ല, അവിടെ ഒന്നിനും കൊള്ളിയല്ല. രാഹുൽ മാങ്കൂട്ടും ഒക്കെ പറഞ്ഞ ഭാഷയൊക്കെ കേട്ടോ. അത് തന്നെയല്ല സാറ്, നമ്മളിപ്പോ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ പുള്ളി ഒരു വക്താവ് പറഞ്ഞ പോലെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കോൺഗ്രസിനെ എല്ലാ സംസ്ഥാനങ്ങളും ഹിന്ദി ബെറ്റിലൊക്കെ ഇല്ലാതെയാക്കിയിട്ട് ലാസ്റ്റ് ഘട്ടം പിടിക്കുന്നോടെന്ന് പറഞ്ഞ് കോൺഗ്രസിനെ ഓരോരുത്തരെ കൊണ്ടുവന്നിട്ട് ആ പാർട്ടിയെ ഇല്ലാതാക്കിക്കൊണ്ട് ലാസ്റ്റ് പിടിക്കുന്നത് ഒറ്റപ്പെടുത്തത്തിനാ CPM-നെ തീർക്കുന്ന ഈ BJP. ഒറ്റപ്പെടുത്തുന്നതിന് BJP പാർട്ടി ഓഫീസ് സഹിതം ഇങ്ങോട്ട് പിടിച്ചോണ്ട് വരുക. അപ്പൊ ഈ കോൺഗ്രസിനെ കേരളത്തിലാണ് തീർത്ത് കളഞ്ഞാൽ പിന്നെ വളരെ നിഷ്പ്രയാസമുള്ളൂ പുള്ളി പറഞ്ഞാൽ പിടിച്ചെടുക്കാൻ. അപ്പൊ ഇത് കോൺഗ്രസ്സുകാർ തന്നെ ചിന്തിക്കണേ. ഇപ്പം ഇവിടെ കോൺഗ്രസും CPM-ഉം കൂടെ തന്നെ ഇത് ചിന്തിച്ച് ഇതിന് മുന്നോട്ടുള്ള പോക്കിനെ കുറിച്ച് ചിന്തിക്കണ്ടേ. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നടന്നത് കണ്ട് നമ്മൾ പഠിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഒരു സീറ്റ് പോലും കേരളത്തിൽ നേടാൻ കഴിയാത്ത ഒരു പാർട്ടിയെ കുറിച്ചൊക്കെ ഇത്ര ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ? സാറേ, 2 സീറ്റിൽ നിന്ന് ഇത്രയും വന്ന സാർ അതും കൂടി ഒന്ന് പറയാം. സാർ ഇതിങ്ങനെ തെരഞ്ഞെടുപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറും 2 സീറ്റിൽ നിന്ന് ഇന്ത്യ മതത്തിന് ഏറ്റവും വലിയൊരു പാർട്ടിയായിട്ട് മാറിയ ഒരു പാർട്ടിയത്. ഇവിടെ ഒരു 10 വോട്ടില്ലായിരുന്നു. 10 വോട്ട് ആ ഭാഗത്ത് ഇപ്പൊ പഞ്ചായത്ത് ഭരിക്കുന്നുണ്ട്, ഒരുപാട് പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. അപ്പൊ ഇങ്ങനെ വളർന്നു വന്നൊരു പാർട്ടിയാണ്. നമ്മളത് ലഘൂകരിച്ച് കളയരുത്. ഒരു സീറ്റ് ഉണ്ടായിരുന്നു, അത് പോയെന്ന് പറയുന്നതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ശരി, താങ്കളുടെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകനുണ്ട്, അജയകുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ അജയകുമാർ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനത്തിന് എന്താവും കാരണം?
അല്ല, അതിന് കാരണം എന്താണെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ വിശ്വസിക്കുക. അതല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്ക് അവരുടെ രാഷ്ട്രീയപരമായ കാരണങ്ങൾ പൊതുസമൂഹത്തിന് അറിയാൻ യാതൊരു മാർഗവുമില്ല. അവർ പറഞ്ഞത് മാത്രമായിരിക്കും അതിന്റെ കാരണം. അവർക്ക് അതിന്റെ ഒരു റീസൺ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ? പത്മജ വേണുഗോപാലിന്റെ രാഷ്ട്രീയമൊക്കെ നമ്മൾ പൊതുജീവിതത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നതല്ലേ? അല്ല, പത്മജ വേണുഗോപാലായാലും മുരളീധരനായാലും യാതൊരു വിധമായ പാർട്ടി പ്രവർത്തന പാരമ്പര്യമില്ലാതെ കുടുംബ പാരമ്പര്യം കൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ വന്നവരാണ്. അങ്ങനെ നോക്കുമ്പം നെഹ്റു ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഇന്ദിരാഗാന്ധിക്ക് ശേഷം ബാക്കി വന്നവരെല്ലാവരും യാതൊരു പാരമ്പര്യമില്ലാതെ വന്നവരാണ്, യാതൊരു പ്രവർത്തന പാരമ്പര്യമില്ലാതെ വന്നവരാണ്. ഇന്ദിരാഗാന്ധിക്ക് ശേഷം വന്നവരുടെ ഒക്കെ ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കും, ഇപ്പോഴത്തെ ഇളം തലമുറയുടെ ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കും. അപ്പൊ വിഷയം അതല്ല. പത്മജ ഇന്നലെ വരെ ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നു, അവർക്കുണ്ടായിരുന്ന സ്ഥാനം അവർ വൃത്തിയായിട്ട് ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം. അവരെ പറ്റി ഒരു അലിഗേഷൻസ് ഒന്നും അവരുടെ പാർട്ടിയിൽ നിന്ന് ആരും പറഞ്ഞ് നമ്മളാരും പൊതുമണ്ഡലത്തിൽ അവർക്ക് നല്ല സീറ്റുകളൊക്കെ വിജയ സാധ്യതയുള്ള സീറ്റുകൾ കൊടുത്ത ഘട്ടത്തിലൊക്കെ പരാജയപ്പെടുകയായിരുന്നു. മുകുന്ദപുരം ഒക്കെ പോലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ആര് നിന്നാലും വിജയിക്കുന്നൊരു മണ്ഡലമൊക്കെയാണ് അവർ പരാജയപ്പെടുത്തിയത്. അതിപ്പോ നമ്മൾ ബെന്നി ബെഹനാന്റെ നോക്കി എത്ര മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ച് തോറ്റു. ഞാൻ ബെന്നി ബെഹൻ ഒരാളുടെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മാത്രമായിട്ട് എടുക്കണ്ട. എത്രയോ പേരുണ്ട് മത്സരിച്ച പല സീറ്റുകളും തോറ്റിട്ട് പിന്നീട് അവസാനം ഏതെങ്കിലും ഒരു സീറ്റ് ജയിക്കുന്നത്. അതിനൊരു വിജയം എന്ന് മാത്രമല്ലല്ലോ ഒരു സ്ഥാനാർത്ഥിയുടെ കഴിവെന്ന് പറയുന്നത്. അത് സ്ഥാനാർത്ഥി ഒറ്റയ്ക്കാണ് വിജയിക്കുന്നത് അല്ലല്ലോ. അതിന് ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ. നമ്മൾ അതിന്റെ പേരിൽ പത്മജ വേണുഗോപാലിനെ ഇകഴ്ത്തി പറയട്ടെ യാതൊരു കാര്യവുമില്ല. അങ്ങനെയുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി അവരുടെ സ്വന്തം കുടുംബ സീറ്റിൽ തോറ്റതല്ലേ നമ്മൾ അംഗീകരിക്കുന്നില്ലേ? അതോ കോൺഗ്രസ്സുകാർ തള്ളി പറയോ അദ്ദേഹത്തെ? അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ വയനാട്ടിൽ മാത്രം കൊണ്ട് നിൽക്കട്ടെ, അല്ലെങ്കിൽ റായ്ബറയിൽ നിൽക്കട്ടെ, അദ്ദേഹത്തിന്റെ സ്വന്തം സീറ്റിൽ നിർത്തട്ടെ, അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകത്തിൽ നിന്ന് ജയിച്ചു കാണിക്കട്ടെ. അതിനുള്ള ധൈര്യം ഉണ്ടോ അദ്ദേഹത്തിന്? ഇല്ലല്ലോ. അപ്പൊ പിന്നെ വിജയമാണ്, വിന്നബിലിറ്റി ആണ് അതിന്റെ ഒരു ഘടകമെന്നുണ്ടെങ്കിൽ അത് അവരത് പ്രവർത്തിച്ച് കാണിക്കണത്. അത് പത്മജ വേണുഗോപാൽ താങ്കൾ അവസരം അവർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് നമ്മൾ. അല്ല, അവസരം കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അവസരം ഉറപ്പായിട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ശരി, എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകുന്നത് ഭാഗത്താനത്ത് നിന്നും ശ്രീ ജോണിയാണ്. ശ്രീ ജോണി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്തുകൊണ്ടാവും ഈ പത്മജ വേണുഗോപാൽ ഈ സമയത്ത് ഈ മാധ്യമങ്ങൾ പൊക്കുന്ന പോലെ പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന് പോയാൽ ഇവിടെ അങ്ങ് കോൺഗ്രസ് ഇല്ലാതാകുകയൊന്നുമില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ മാധ്യമങ്ങളും ഈ ഇലക്ഷന്റെ ഇതിന് CPM ഒക്കെ ഉണ്ടാക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ ആരെങ്കിലും പറഞ്ഞു അങ്ങനെ പത്മജ വേണുഗോപാൽ പോയതുകൊണ്ട് കോൺഗ്രസ് ഇല്ലാതാകും? മൂന്നുപുരം സീറ്റ് 2004 8 നില പൊട്ടി, തൃശ്ശൂര് പൊട്ടി, പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളും കൊടുത്തു. പിന്നെ ഇനി എന്താ വേണ്ടേ? KV തോമസ് പോയില്ലേ? എന്ത് പറ്റി? സാക്ഷാൽ K കരുണാകരൻ പോയില്ലേ? എന്നിട്ട് ഈ പാർട്ടി ഇല്ലാതായോ? ഇതൊക്കെ ഇതെന്നേ ഉള്ളൂ. ഇപ്പൊ ഈ ഇലക്ഷൻ ആയതുകൊണ്ട് മാത്രമേ ഇതിന് ഇതേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതിനൊരു പ്രസക്തിയില്ല. പത്മജ ഈ കേരളത്തിലെ കോൺഗ്രസിലൊന്നുമല്ല. K കരുണാകരന്റെ മകളായതുകൊണ്ട് അവർക്ക് കുറച്ച് ഇത് കിട്ടിയെന്നേ ഉള്ളൂ. അല്ലാതെ അവർ ഇതിന്റെ പ്രവർത്തനം കൊണ്ട് കിട്ടിയ ഇതാണോ ഇത്? അതിൽ പ്രവർത്തിച്ച എത്ര പേരുണ്ട് ഒരു പഞ്ചായത്ത് മെമ്പർ ആകാത്തത്? ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ലണ്ടനിൽ നിന്നും അജിത്ത് എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. ശ്രീ അജിത്ത്, താങ്കൾക്ക് വിദേശ രാജ്യത്ത് നിന്ന് നോക്കുമ്പോൾ കേരളത്തിലെ ഈ മാറ്റം, സാധാരണ ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളൊക്കെയാണ് ഇങ്ങനെ നിരന്തരം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ BJPയിലേക്ക് ചേക്കേറുന്നു എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരുന്നത്. ഇവിടെ ഇപ്പോൾ കേരളത്തിലും അങ്ങനെ ഒരു വാർത്ത വന്നിരിക്കുന്നു. എന്തുകൊണ്ടാവും ഇത്? ഇല്ല, ഞാനിതിപ്പം ഇതിനെ നോക്കിക്കാണുന്ന വേറെ രീതിയിലാണ്. കാരണം കോൺഗ്രസ്സില് അതായത് ഒരുപാട് കഴിവുള്ള അണികൾ, ഒരുപാട് കഴിവുള്ള പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് അണികൾ താഴെത്തട്ടിലുണ്ട്. അവർക്കൊന്നും യാതൊരു സ്ഥാനമാനങ്ങളും കൊടുക്കാതെ അച്ഛൻ നേതാവായതുകൊണ്ട് പിൻവാതിലൂടെ അങ്ങ് മുകളിൽ കയറ്റി വെച്ചിരിക്കുന്ന ഒരുപാട് വ്യക്തികൾ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിലുണ്ട്. അതിൽ നിന്നും പറ്റുന്ന ഒരു അപജയമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഈ പത്മജ വേണുഗോപാലൊന്നും ജനങ്ങളുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല ഈ പറയുന്ന ആൾക്ക്. അതുപോലെ തന്നെ ആന്റണിയുടെ മകൻ, പുള്ളിക്കാരനും BJPയിൽ പോയി. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇതാണ്, താഴെത്തട്ടിലുള്ള ഒരുപാട് കഴിവുള്ള ജനങ്ങളുമായിട്ട് ബന്ധമുള്ള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് അണികളെ അവഗണിച്ച് ഇമാതിരിയുള്ള ആൾക്കാരെ മുകളിൽ കയറ്റി വെക്കുമ്പോൾ താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. അണികളെ, പ്രവർത്തകരെയും ഒക്കെ അവഗണിച്ച് ഇത്തരം ആളുകൾക്കൊക്കെ പാർട്ടി പലപ്പോഴും നൽകിയിരുന്ന അമിതമായ പ്രാധാന്യവും അല്ലെങ്കിൽ അവർക്കുള്ള അവസരങ്ങളും ഒക്കെ തന്നതിന്റെ ഒരു ശിക്ഷ കൂടിയാണ് ഇപ്പോഴത്തെ ഈ ചാട്ടം എന്നുള്ളത്. കോട്ടയത്തു നിന്നും ബിജു ആണ് അടുത്ത പ്രേക്ഷകരെത്തുന്നത്. ബിജുവിന് എന്താണ് തോന്നുന്നത്? എന്തുകൊണ്ടാവും ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഒരു തീരുമാനം പത്മജ വേണുഗോപാൽ എടുത്തത്? ഇടുക്കിയിൽ നിന്നും ജോസുകുട്ടിയാണ്. ശ്രീ ജോസുകുട്ടി, പറയാം. എന്റെ അഭിപ്രായം, പത്മജ വേണുഗോപാൽ എടുത്ത തീരുമാനത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയും അത് ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യം തന്നെയാണ്. അതിനകത്ത് അവരെ കുറ്റപ്പെടുത്തുകയോ
അതവരുടെ വ്യക്തിപരമായ കാര്യമാണ്. അതിനകത്ത് ഇന്ന കുടുംബത്തിൽ എന്നുള്ളത് ഉദ്ദേശിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ കരുണാകരന്റെ മകളായതുകൊണ്ട് അവർക്ക് രാഷ്ട്രീയമായി മുമ്പോട്ട് ഇപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് ഒരു മാറ്റമാണ് ഇവിടെ നടക്കുന്നത്. ഒരു കാരണവശാലും കോൺഗ്രസിന്റെ മുന്നണി ഇവർക്ക് ആർക്കും തന്നെ ഇന്ത്യ മുന്നണിയാണല്ലോ ഇവരെല്ലാവരും. അപ്പൊ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശപ്പെടാനായിട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഇവരെ കുറ്റപ്പെടുത്താനായിട്ട്, പത്മജയെ കുറ്റപ്പെടുത്തുവാനും ഇവർക്ക് യാതൊരു അർഹതയില്ല. ഇവരെടുത്ത തീരുമാനം ധീരമായ തീരുമാനമാണ്, പ്രത്യേകിച്ച് ഈ ഇലക്ഷന്റെ അവസരത്തിൽ എടുക്കാൻ. കാരണം ഇവിടെ നമ്മൾ അഴിമതി കൊണ്ട് മുങ്ങി കുളിച്ച് ഇപ്പൊ തന്നെ അറിയാം, ഉദ്യോഗസ്ഥന്മാർക്ക് പോലും പാവപ്പെട്ടവന്റെ കാര്യം വിട്, അവന് ഒട്ടുമില്ല. ചെറിയൊരു സംശയം ചോദിച്ചോട്ടെ. ഇതിപ്പോൾ ഏതെങ്കിലും ആശയപരമായ വ്യത്യാസത്തിന്റെ പേരിൽ പത്മജയുടെ പറഞ്ഞ വാക്കുകളൊക്കെ താങ്കൾ കേട്ട് കാണും. അങ്ങനെ കോൺഗ്രസിന്റെ ആശയത്തോടെ ഏതെങ്കിലും തരത്തിൽ വിയോജിപ്പ് ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ BJPയുടെ ആശയം മെച്ചപ്പെട്ടത് ആയതുകൊണ്ടോ ആണ് പോകുന്നത് എന്ന് പറഞ്ഞില്ല. അവർക്ക് അവസരം കിട്ടിയില്ല, മെച്ചപ്പെട്ട അവസരങ്ങൾ തേടി മെച്ചപ്പെട്ട മേച്ചിൽപ്പുറം തേടി പോകുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ആ വാർത്താ സമ്മേളനത്തിന് ആകെ ചുരുക്കമായി നമുക്ക് കേട്ടവർക്ക് തോന്നിയില്ല. അല്ല ആവാം സാർ, അങ്ങനെ ആവാം. അത് നമ്മളിപ്പോ അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണല്ലോ. അതിനകത്ത് അത് അവരുടെ ഒരു തീരുമാനമല്ലേ. ഇപ്പൊ അതിനകത്ത് ഇപ്പൊ ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് അതിനെക്കുറിച്ചൊരു പ്രതികരണം ഉച്ചയ്ക്കുണ്ടായിരുന്നു. അത് ഇവരെ വഴിയിൽ തടയുമെന്ന് പോലും പറഞ്ഞുകൊണ്ടുള്ള. അപ്പൊ നമ്മുടെ ഈ ജനാധിപത്യ രാജ്യത്ത് സംസാരിക്കുന്ന രീതികളാണ് കോൺഗ്രസ് പോലും അതൊക്കെ സ്വാഭാവികമല്ലേ. ഒരു പാർട്ടിയിൽ നിന്ന് ഒരുപാട് അവസരങ്ങൾ ലഭിച്ച ഒരാൾ, അതിന് BJP ആയാലും കോൺഗ്രസ് ആയാലും CPM ആയാലും ഒക്കെ ഒരുപാട് അവസരം ലഭിച്ച ഒരാൾ ആ തരത്തിൽ ഒരു സുപ്രഭാതത്തിൽ, അത് നിർണായക ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പാർട്ടിയെ വഞ്ചിച്ച് മറ്റു സ്ഥലത്തേക്ക് ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അത് എന്തുകൊണ്ടായാലും, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ കാരണം കാണാം, ഇല്ലാതിരിക്കാം, എന്തുകൊണ്ടായാലും തീരുമാനമെടുക്കുമ്പോൾ മറ്റണികൾ മറ്റു പ്രവർത്തകരൊക്കെ വൈകാര്യമായി പ്രതികരിക്കും എന്നുള്ളത് സ്വാഭാവികമല്ലേ സാർ? ഇത് നമ്മൾ നേരത്തെ ആലോചിക്കേണ്ട കാര്യമാണ്. പണ്ട് കോൺഗ്രസിന്റെ കാലഘട്ടത്തില് ഇത് ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന്, അന്ന് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി ദേശീയമായി ഒന്നുമില്ലെന്ന് വെക്കാം, ജനസംഘം കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നെല്ലാം ഇവരും അന്ന് കാല് മാറ്റിക്കൊണ്ട് ആൾക്കാരെ കൊണ്ടുവന്നിരുന്നതാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് പണ്ട് ചെയ്തതൊക്കെ തന്നെയാണ് ഇപ്പോൾ BJP ചെയ്യുന്നത് എന്നുള്ളത് കൂടി അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്. വടകരയിൽ നിന്നും വിനോദാണ്. ശ്രീ വിനോദ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഹലോ വിനോദ് പറഞ്ഞോളൂ. ഇതെല്ലാം ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളല്ലേ. ഈ കെ കരുണാകരന്റെ മകള് പത്മജ, AK ആന്റണിയുടെ മകൻ ആന്റണി, ഇതൊന്നും ഇവരൊന്നും അവരുടെ അച്ഛന്റെ ആൾക്കാർ. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാല് അവരുടെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ കൊണ്ടായിരിക്കും ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് തോന്നാത്തതുകൊണ്ടായിരിക്കും അവർക്ക് വരുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. മറ്റു പ്രേക്ഷകരുണ്ട്. ആലുവയിൽ നിന്നും സതീഷാണ്. ശ്രീ സതീഷ്, സനീഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? BJPയിലേക്ക് വലിയ പദവികളോ അല്ലെങ്കിൽ അത്തരം BJPയുടെ ഭാഗത്തുനിന്ന് വലിയ ഓഫർ ഉണ്ടായതുകൊണ്ടാവുമോ പോകുന്നത്, അതോ കോൺഗ്രസിൽ നിന്ന് മടുത്തിട്ടാവുമോ പോകുന്നത്? എന്താവാനാണ് സാധ്യത? സനീഷ്, കേൾക്കാമോ? സനീഷിന്റെ ടെലിഫോൺ ബന്ധത്തിൽ തകരാറുണ്ടെന്ന് തോന്നുന്നു. ദീപക്കാണ് വടകരയിൽ നിന്നും. ശ്രീ ദീപക്, താങ്കൾക്ക് പറയാം. ഈ പത്മജ വേണുഗോപാലിന്റെ ഈ ഒരു തീരുമാനത്തിന് മുന്നിൽ ഒരു വ്യക്തമായ കാരണങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ദേശീയ രാഷ്ട്രീയത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടോടെ നീങ്ങുന്ന മോദി സർക്കാരിന്റെ കൂടെ നിന്നിട്ട് ഇനി എന്തെങ്കിലും രാഷ്ട്രീയത്തിൽ ചെയ്യാൻ പറ്റൂ എന്ന് അവർക്കൊരു ബോധ്യം വന്നിട്ട് വേണം. അതുകൊണ്ടായിരിക്കും അവർ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകാണ്ടായ കാരണം. പക്ഷെ അത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ അവർ ഇത്രയും കാലം നിന്ന ഒരു പാർട്ടിയിൽ നിന്ന് അത് ഒരു ആശയപരമായ കാര്യത്തിന് വേണ്ടി പോയതാണെന്നൊക്കെ പറയാൻ കഴിയുമോ? എന്നങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിനും മറ്റ് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനൊന്നും കേന്ദ്രത്തിൽ പ്രത്യേകിച്ചൊന്നും കാര്യങ്ങളൊന്നും ചെയ്യാൻ കാണത്തില്ല. അതുകൊണ്ടായിരിക്കും അവരെ ഇങ്ങനെ ഒരു കാര്യത്തിന് പ്രേരിപ്പിച്ചത്. അതിനവർക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ അവർക്ക് അതിൻ്റെതായ ഗുണങ്ങൾ അവർ കിട്ടുന്നുണ്ടെന്നാണ് രാഷ്ട്രീയത്തിൽ താങ്കൾ പറയുന്നത്. ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും UDFനും ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ BJPക്ക് ചെയ്യാൻ കഴിയുമെന്നാണോ? തീർച്ചയായും ഇന്നത്തെ മാറി വരുന്ന ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് ഒരു പ്രത്യേകിച്ച് റോളില്ല. ഇടതുപക്ഷത്തിന്റെ കാര്യം കേരളം എന്ന ആ ഒരു ദൂരത്തിൽ മാത്രമേ ഇടതുപക്ഷം നിൽക്കുന്നുള്ളൂ. അപ്പൊ പിന്നെ അവർക്ക് അവരുടെ തോന്നിയിട്ടുണ്ടാകും നരേന്ദ്രമോദിയുടെ കീഴിൽ തന്നെ ഇരുന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ധാരണ അവർക്ക് വന്നു. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ഷാജു ആണ്. ശ്രീ ഷാജു, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? എന്താവും ഇപ്പോഴത്തെ പത്മജയുടെ തീരുമാനത്തിന് പിന്നിൽ? സാറേ, ഇത് ഈ ചെറിയ തലമുറയ്ക്ക്, ചെറിയ പിള്ളേർക്ക് ഒരു സ്ഥാനമാനങ്ങളും ഇപ്പോൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ചെറിയ പിള്ളേർക്ക് സ്ഥാനം കൊടുക്കാത്തതുകൊണ്ടാണോ പത്മജയെ പോലെ ഒരു മുതിർന്ന നേതാവ് പോയത്? സാറേ, ഇത് കെ കരുണാകരന്റെ മകൾ എന്ന് പറയുന്നത് അവര് ആ മുഖ്യമന്ത്രി എന്ന രീതിയിൽ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കണ്ടമാനം ആ സുഖങ്ങളെല്ലാം അനുഭവിച്ചു.
ആ തുകങ്ങൾ ഇപ്പൊ കുറഞ്ഞതുകൊണ്ട് വീണ്ടും വീണ്ടും വേറെ ഇതിലേക്ക് ചേരി പോകുന്നു. അത് ഒരാളല്ല, എല്ലാവരും ഇത് തന്നെ. ശരി, മറ്റു പ്രേക്ഷകരുണ്ട്. വെള്ളമുണ്ടയിൽ നിന്നും ശ്രീ സൂപ്പിയാണ്. ശ്രീ സൂപ്പി, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? എന്താവും ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം? പൊടുന്നനെ കേരളത്തിൽ അങ്ങനെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മുൻ മുഖ്യമന്ത്രിമാരടക്കം BJP-യിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു പ്രധാനപ്പെട്ട നേതാക്കളാരും അങ്ങനെ ഇതുവരെ പോയതായിട്ടില്ല. ഇപ്പോഴാണ് കേരളത്തിൽ നിന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, അതും കെ കരുണാകരന്റെ മകൾ എന്ന് പറയുമ്പോൾ അതിന് അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്, BJP-യിലേക്ക് പോകുന്നത്. എന്തുകൊണ്ടാവും കാരണം? ഒരുപാട് നേതാക്കന്മാർ പോയിട്ടുണ്ട്. കാരണം പിന്നെ അനിലാന്റണി മാത്രമല്ല, അബ്ദുള്ളക്കുട്ടി കോൺഗ്രസ് വന്നാളാ. പിന്നെ അതുപോലെ തന്നെ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു മറന്നുപോയി, പേര് മറന്നുപോയി. പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞത് അബ്ദുള്ളക്കുട്ടിയോ അല്ലെങ്കിൽ അബ്ദുള്ളക്കുട്ടി CPM-ൽ നിന്ന് കോൺഗ്രസിൽ പോയി, കോൺഗ്രസിൽ നിന്ന് BJP-യിൽ പോയി. അല്ലാതെ ഈ അനിൽ ആന്റണി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പത്മജയുടെ ലെവലിൽ കാണേണ്ട ഒരു നേതാവൊന്നുമല്ല. അനിൽ ആന്റണി ഒരു ഇടയ്ക്ക് ചെറിയൊരു പദവി, അല്ലാതെ പാർട്ടി പദവികളൊന്നും പ്രധാനമായി വഹിച്ചിട്ടുള്ള ആന്റണിയുടെ മകൻ എന്നതിനപ്പുറത്തേക്ക് സവിശേഷ പ്രാധാന്യമൊന്നുമുള്ള ആളുമല്ലോ. ഇത് പത്മജ അങ്ങനെയല്ല. പത്മജ കോൺഗ്രസിന്റെ പ്രധാന സ്ഥാനങ്ങൾ വഹിച്ച ആളാണ്. ഹലോ, പത്മജ വേണുഗോപാല അഖിലേന്ത്യാ നേതാവ് തന്നെയാ. കാരണം അവര് AICC-യിലൊക്കെ മെമ്പറല്ലേ. പിന്നെ അതേപോലെ തന്നെ എനിക്കൊന്ന് പറയാനുള്ളത്, AK വോട്ട് ചെയ്യാൻ പോകുമ്പോ ഓപ്പൺ വോട്ട് ചെയ്യിക്കണം. അത് നേതാക്കന്മാർ പ്രത്യേകം കണക്കിലെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാല് അദ്ദേഹം BJP ജയിക്കണം, അദ്ദേഹത്തിന്റെ മകൻ പോലും BJP-യിലുള്ളത്. അപ്പൊ താങ്കൾ ആ തരത്തിലേക്ക് അങ്ങനെ ഒരാൾ ഓപ്പൺ ഔട്ട് ചെയ്യണോ വേണ്ട എന്നുള്ളതും, അല്ലെങ്കിൽ AK ആന്റണിയുടെ നിലപാട് എല്ലാ കാലത്തും അത് വ്യക്തമാണ്. ഏതെങ്കിലും തരത്തിൽ എല്ലാ തരത്തിലും BJP വിരുദ്ധ നിലപാട് അല്ലെങ്കിൽ അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്ന നേതാവ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ മകൻ പോയതിന്റെ പേരിൽ നമ്മൾ പൂർണ്ണമായും അദ്ദേഹത്തെ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. മറ്റൊരു പ്രേക്ഷകരുണ്ട്, ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്താവും ഇപ്പോൾ ഇങ്ങനെ ഒരു ചാട്ടത്തിന് പിന്നിൽ? അല്ല, ഇപ്പൊ കുറച്ചുകൂടെ നേരത്തെ പോയി കഴിഞ്ഞാൽ BJP-യിൽ ബർത്ത് കിട്ടും. കുറച്ച് കഴിഞ്ഞാൽ നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല, ആൾ തള്ളിക്കാറ്റായിരിക്കും. പിന്നെ ഈ പത്മജക്ക് കൃത്യമായിട്ടും ആ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് കൊടുക്കേണ്ടായിരുന്നു. അവര് 3 തവണ ഇലക്ഷൻ മത്സരിച്ചു. 3 തവണ തൃശ്ശൂർ 2 വട്ടം മത്സരിച്ചു. ഈ 3 വട്ടം മത്സരം ജയിക്കാൻ പറ്റുന്ന ആളല്ലേ. ഏതായാലും ഒരു ആഗ്രഹം അവർക്കുണ്ടാവില്ലേ പാർലമെന്റ് രംഗത്ത്. അപ്പൊ അവർക്ക് രാജ്യസഭ സീറ്റ് കൊടുക്കാനായിട്ട് മതി. ലീഗിന് ഏതെങ്കിലും സീറ്റും കൊടുത്ത് അവർക്ക് ഈ രാജ്യസഭ സീറ്റ് കൊടുത്താൽ അങ്ങനെ കൊടുക്കാൻ അങ്ങനെ അത്രത്തോളം അർഹതപ്പെട്ട ഒരു നേതാവാണോ കോൺഗ്രസിൽ പത്മജ വേണുഗോപാൽ? സമുന്നതനായ ഈ കരുണാകരനും മുരളീധരനും പോയപ്പോ പോലും DAC പോവാതെ അങ്ങനെ ഒരു നേതാവിന്റെ മകൾ എന്ന നിലയിലല്ലേ കോൺഗ്രസുകാർ മുകുന്ദപുരം പോലെ ഏത് കാലത്ത് കോൺഗ്രസുകാർ ആര് മത്സരിച്ചാലും ജയിക്കാൻ കഴിയുന്ന ഏറ്റവും അനായാസമായ ഒരു മണ്ഡലം കൊടുത്തത്? അതിനുശേഷവും പിന്നീട് നിയമസഭയിലേക്ക് അവർക്ക് പലതവണ അവസരം കൊടുത്തില്ലേ? അല്ല, അതവരെ ഗതികേട്. അങ്ങനെയായിരുന്നു വേണ്ടത് എന്റെ അഭിപ്രായം. ശരി, ഓക്കെ. കരുണാകരന്റെ മോളായതുകൊണ്ട് അങ്ങനെ കൂടി വേണമായിരുന്നു എന്ന് താങ്കളുടെ അഭിപ്രായം? ഒന്നുമില്ല, ഒരു പാരമ്പര്യമില്ല. രാഷ്ട്രീയ പാരമ്പര്യം മുരളിക്കുണ്ടോ? ശരി, എന്തായാലും നമുക്ക് നമ്മുടെ പ്രേക്ഷകർ വളരെ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് നടത്തിയത്. എങ്കിലും ഭൂരിപക്ഷം പ്രേക്ഷകരും ഇങ്ങനെ തെരഞ്ഞെടുപ്പ് സമയത്ത് അവസരം തേടി തന്നെയാണ്, അല്ലെങ്കിൽ കോൺഗ്രസിനെ ഇന്ന് പ്രത്യേകിച്ച് ഇനി ലഭിക്കാനില്ല, BJP-യിൽ നിന്നാണ് തനിക്ക് അവസരം ലഭിക്കാൻ പോകുന്നത് എന്ന് കണ്ട് തന്നെയാണ് പത്മജ പോയത് എന്നുള്ള അഭിപ്രായം പ്രകടിപ്പിച്ചു. എന്നാൽ ചിലരെങ്കിലും പത്മജ കൃത്യമായ രാഷ്ട്രീയ തീരുമാനമാണ് എടുത്തത്, ഇനി ഭാവി BJP-യിലേക്കാണ് എന്ന മട്ടിൽ പറഞ്ഞവരുമുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് പ്രേക്ഷകർ നടത്തിയത്. സ്വാഭാവികമാണ് ഇത്തരമൊരു വിഷയത്തിൽ അങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങളും. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയമായി. വേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയാം.